ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഒരു ആവിയിൽ വെച്ച പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അവർ കഴിച്ചോളും. അപ്പോൾ അതിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തത് കേട്ടോ. അപ്പോൾ ആ 2 നേന്ത്രപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവിയുടെ പാത്രത്തിലേക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ചും കൂടി പഴുത്ത പഴം കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മീഡിയം പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഒരു കഷ്ണം മാത്രം ഞാനൊരു കുറച്ച് പഴുത്ത പഴം ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവിയിൽ വേവിക്കുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളമാണ് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചത്. അതിലേക്ക് കുറച്ച് ശർക്കരേൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശർക്കര പാവിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരപ്പാവ് എടുത്തിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് നാളികേരമാണ്. ചിരവി നാളികേരാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ഇടുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ശർക്കരേൻ്റെ ഈ വെള്ളവും ശർക്കരയും കൂടി അലിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര, ഞാൻ സാധാരണ ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ഉരുക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ പൊടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ശർക്കര ഉരുക്കിയതാണെങ്കിൽ അതാണ് നല്ലത്. കാരണം നമുക്കിതൊരു നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് ഈ നാളികേരമൊക്കെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ശർക്കര പാവ തന്നെയാട്ടോ നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പം ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൽ കിടന്ന് കുറച്ച് നേരം അങ്ങോട്ട് വഴറ്റി വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഇതിനോട് ചേർന്ന് വരും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ശർക്കരയും കൂടി ഇതും കൂടി ഇതിലെല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് കിട്ടും, ഇതുപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ശർക്കരപ്പൊടി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ശർക്കര ഉരുക്കിയത് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള ഒരു വിധത്തിലേക്ക് ആക്കാനാണ് ഇത്ര ഡ്രൈ ആക്കി എടുക്കുന്നത്. ഫില്ലിങ് എങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിന് 1 കപ്പ് പൊടി ഉള്ള രീതിയിൽ തന്നെ നിങ്ങളെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പത്തിരിപ്പൊടിയാണ്, വറുത്ത പത്തിരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വറുത്ത പത്തിരിപ്പൊടി 1 ഗ്ലാസ് പൊടിയാണ്. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ഗ്ലാസ് പൊടി എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടി കുഴയ്ക്കൂലേ, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്നത് കുഴച്ചെടുക്കുക. ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് തന്നെ അത് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ നല്ലാതെ ഡ്രൈ ഒക്കെ ആണെങ്കിൽ ലേശം കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ പാനിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. കാരണം നമുക്ക് ചൂട് ആറിയിട്ടേ പിന്നെ ഈ കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മാവ് ഏകദേശം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ച പഴമൊന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് ഉടയ്ക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം മീഡിയം ഒരു പഴുപ്പുള്ള പഴമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്നത് അടിച്ചെടുക്കാൻ പോകണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഉള്ളിലുള്ള നാരും ആ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് നേരെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ആ കട്ടകളൊക്കെ ഒഴിവായിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള പഴം എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. എന്നിട്ട് ഇത്
ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ മാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസ് പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് പഴത്തിൻ്റെ ടേസ്റ്റ് ആവണം. അപ്പോൾ നമുക്ക് ഒരുപാട് പൊടിയിട്ട് കുഴയ്ക്കുമ്പോൾ ആ പൊടിയുടെ ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആ മാവ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. മാവ് നമുക്ക് വേസ്റ്റ് ഒന്നും ആവില്ല. പിന്നെ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് റെഡിയാക്കിയാൽ മതി. അപ്പോൾ പഴമാണ് ഇതിൽ മെയിനായിട്ട് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ കയ്യിലൊന്ന് തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതുപോലെ. അപ്പം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുഴയ്ക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ കൈമിലിങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഉണ്ട്. രണ്ടാമത് ഞാൻ നെയ്യ് വെച്ച് കുഴച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഞാനൊരു വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യൊന്ന് കയ്യിൽ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് എടുത്തിട്ട് നമ്മളൊന്ന് മാവ് കുഴച്ച് കിട്ടിയാൽ നല്ല മാവ് കുഴഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഈ നേരത്തെ ശർക്കര നാളികേരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു ഉള്ളിലുള്ള ഫില്ലിങ്, അത് നന്നായിട്ടൊന്ന് ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ വെച്ച് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബോൾ. വേണമെങ്കിൽ നിങ്ങൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇടണേ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അരിൻ്റെ മാവും പഴത്തിൻ്റെ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ശർക്കരേൻ്റെ ഈ ഇതും കൂടി നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി വെക്കുക. ഒരു മീഡിയം സൈസുള്ള ബോൾസാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് മാവ് എടുക്കുക, കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യ് എടുക്കണേ, അല്ലെങ്കിൽ ഒട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ട് കൈ നല്ല കുഴച്ചെടുത്താൽ ഒന്നും ആവില്ല കേട്ടോ. അതുപോലെ മാവ് ഞാൻ കൂടുതലായിട്ട് പഴം തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിച്ചത്. കുറച്ച് മാത്രമേ മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും നന്നായിട്ട് തന്നെ മാവുണ്ട്. നല്ല ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് മാവ് കിട്ടിയത്. ഇനി ഇതുപോലെ ചെറിയൊരു ഉള്ളിലിങ്ങനെ ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ട് നമ്മൾ ഈ ബോളില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നന്നായിട്ട് ഈ മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നല്ല ഷേപ്പ്, നല്ല ആ ബോൾ കാണുമ്പോൾ ഒരു ക്രാക്ക് ഇല്ലാത്ത ബോൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മളെ പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഒരു തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ ഒരു ക്രാക്ക് വീഴാത്ത ബോൾസായി കിട്ടും. ഇതുപോലെ ഓരോ ബോളും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ ബോൾസ് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഫില്ലിംഗ് ആയാലും നല്ല മധുരം ഉണ്ടാവാനുള്ള ഫില്ലിങ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ. ഇതിപ്പോൾ ശർക്കരയിൽ വാട്ടിയെടുക്കണം എന്നൊന്നുമില്ല. വെറും നാളികേരവും പഞ്ചസാരയും ഒക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് പഴത്തിന് നുറുക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇത് ഫില്ലിങ് റെഡിയാക്കാം. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലാക്കിയിട്ട് എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബോൾസേ ഉള്ളൂ. ഒരു 6 ബോൾസായിട്ട് ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് വേവുന്ന വരെ വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബോൾസ് വലുതാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ചെറിയ ബോൾസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആവി കയറ്റി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെന്ത് വരുന്നത് അത്ര നേരം എടുക്കുക. ഇതെനിക്കൊരു 15 മിനിറ്റിലും ഏറെ വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നേരത്തെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടാണ്, നമുക്കിത് എടുക്കാനുള്ള ഒരു ഇതില്ല. അതുപോലെ തന്നെ ആവിയിൽ ഇത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യൊന്ന് താഴെ ഇട്ടിട്ട് വേണം ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ബോൾസ് പൊട്ടിപ്പോവും കേട്ടോ. ഒട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടില്ല. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റും ഈ ഉള്ളിലുള്ള ആ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. അതും നിങ്ങൾ ഈ നട്ട്സൊക്കെ വെക്കാട്ടോ ഉള്ളിൽ. ഇതൊന്നും ഞാൻ വെക്കാൻ തന്നെ നല്ല രസമുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ട് കൊടുക്കണം, കാരണം അത്രയും നല്ല പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.